യു.എസ്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടും ശിക്ഷ നൽകാതിരിക്കുന്ന ന്യൂയോർക്ക് കോടതി വിധി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യു.എസ്. നീതിന്യായ വ്യവസ്ഥയുടെ ഇരട്ട നീതിയാണ് ചർച്ചാ വിഷയം. പോൺ താരത്തിന് പണം നൽകിയത് മറച്ചുവെക്കാൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ 34 കുറ്റങ്ങളാണ് ട്രംപിനെതിരെയുള്ളത്. എന്നിട്ടും പ്രസിഡന്റിനുള്ള പരിരക്ഷ നൽകി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ന്യൂയോർക്ക് കോടതി. ട്രംപിന് എല്ലാവിധ കവചവും ഒരുക്കുന്ന ന്യൂയോർക്ക് കോടതി വിധി അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിലെ അസമത്വവും അപജയവുമാണ് വെളിപ്പെടുത്തുന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഒരു ഭാഗത്ത് കറുത്ത വർഗ്ഗക്കാരും ലാറ്റിൻ അമേരിക്കൻ വേരുകളുള്ള മനുഷ്യരും കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ജയിലിൽ അടയ്ക്കപ്പെടുമ്പോഴാണ് ട്രംപിനുള്ള ശിക്ഷാ ഇളവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. തോക്ക് ഉൾപ്പെടെയുള്ളവയുടെ ഉടമസ്ഥാവകാശത്തിന് പരിധിയും ന്യൂയോർക്ക് സ്റ്റേറ്റ് ഡാറ്റാബേസിനായി DNA സാമ്പിൾ നൽകണമെന്നതും മാറ്റി നിർത്തിയാൽ ട്രംപിനെതിരെ യാതൊരു നടപടിക്കും കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് നീതിയുടെ 2 തലങ്ങളെ ഉയർത്തിക്കാട്ടുന്നുവെന്ന് താഴ്ന്ന വരുമാനക്കാരുടെ നിയമാവശ്യങ്ങൾക്കായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ബ്രോങ്സ് ഡിഫൻഡേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻ മാത്യൂസ് പറയുന്നു. ട്രംപിനെ പോലുള്ളവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ ചിലർ നിയമങ്ങൾക്ക് അതീതരാണെന്ന സന്ദേശമാണ് നൽകുന്നതെന്നാണ് നിയമവിദഗ്ധരിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. 2024 ജൂലൈയിൽ ക്രിമിനൽ കേസുകളിൽ പലതിലും പ്രസിഡന്റിന് പരിരക്ഷ ലഭിക്കുമെന്ന് സുപ്രീം കോടതിയും വിധിച്ചിരുന്നു. ഇതെല്ലാം ട്രംപിനോട് നീതിന്യായ സംവിധാനം അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്ന വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ന്യൂയോർക്ക് നിലനിൽക്കുന്ന മിനിമം ശിക്ഷ പ്രകാരം ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ അതിന് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷാ കാലാവധി ഉണ്ടാകും. ക്രിമിനൽ കുറ്റാരോപിതരായ പല ന്യൂയോർക്ക് നിവാസികളും മിനിമം ശിക്ഷയ്ക്ക് വിധേയരാകാറുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ട്രംപ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ജയിൽ ശിക്ഷ മുഴുവനും നൽകാതെ വിട്ടയക്കണമെങ്കിൽ കൗൺസിലിംഗ്, കമ്മ്യൂണിറ്റി സേവനം അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ കഴിയുന്ന കാലയളവ് തുടങ്ങിയ ചില വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. എന്നാൽ ട്രംപിന് ന്യൂയോർക്ക് കോടതി നിരുപാധികമായ ശിക്ഷാ ഇളവാണ് നൽകിയിരിക്കുന്നത്. 2014 ശേഷം ട്രംപിന് സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതികളിൽ 1/3 പേരും 1 വർഷത്തിന് താഴെ തടവ് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. 2023 യുണൈറ്റഡ് സ്റ്റാറ്റസ് സെന്റൻസിംഗ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കറുത്ത വർഗ്ഗക്കാരായ പുരുഷന്മാർക്ക് 13.4% കൂടുതൽ ശിക്ഷ ലഭിക്കാറുണ്ട്. ലാറ്റിൻ അമേരിക്കൻ വംശജരായ പുരുഷന്മാർക്കും വെളുത്ത വർഗ്ഗക്കാരായ പുരുഷന്മാരെക്കാൾ 11.2% കൂടുതൽ ശിക്ഷ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. വംശീയ മുൻവിധികളുടെ പേരിൽ കുറ്റവാളികളാക്കപ്പെടുന്നവർക്ക് വേണ്ടി US-ൽ പ്രവർത്തിക്കുന്ന സംഘടന പറയുന്നതനുസരിച്ച് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലെ വംശീയ അസമത്വങ്ങൾക്ക് നിരവധി തെളിവുകളുണ്ട്. ചില നിയമങ്ങളുടെയും നയങ്ങളുടെയും വംശീയ മുൻവിധിയും നീതിന്യായ വ്യവസ്ഥയിലുള്ളവരുടെ പക്ഷാപാതമായ തീരുമാനങ്ങളും കറുത്ത വർഗ്ഗക്കാരിലെ താഴ്ന്ന വരുമാനക്കാർക്ക് എതിരായി വരാറുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. US ജനസംഖ്യയുടെ 13% വരുന്ന കറുത്ത വർഗ്ഗക്കാരാണ് അമേരിക്കൻ ജയിലിൽ കഴിയുന്നവരിൽ 35% എന്ന വസ്തുതയും അതിന് തെളിവായി അവർ മുന്നോട്ട് വയ്ക്കുന്നു. ശിക്ഷ വിധിക്കുമ്പോൾ വംശീയമായ വേർതിരിവുകൾക്ക് പുറമെ സാമ്പത്തികാവസ്ഥയും US നീതിന്യായ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ സാധ്യതകൾ ഏറെയാണെന്നും ആൻ മാത്യൂസ് പറയുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി വേണം ഈ കേസിനെ വിലയിരുത്താൻ.